മെറ്റിന മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പ്രത്യേകിച്ച് റോമർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായത്തിലെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ 11, 12 നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റ് നമ്മൾ കർത്താവിനെ കാണുവാനായി വെയിറ്റ് ചെയ്യണം എന്നുള്ളൊരു ചിന്തയാണ് വന്നത്. രാത്രി കഴിയാറായി. അതുകൊണ്ട് ഇരുട്ടിൻ്റെ പ്രവൃത്തികളെല്ലാം മാറ്റിവെച്ച് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിക്കുവാനായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചത്. ഇനി ഇതുമായിട്ട് ചില പിൻ പോയിൻ്റായിട്ട് 2 വാക്യങ്ങളുണ്ട്. പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കുക, വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ ധരിച്ചുകൊള്ളുവീൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ഇതിനകത്ത് ഇനി ചില കാര്യങ്ങൾ പിൻ പോയിൻ്റായിട്ടുള്ള ചില കാര്യങ്ങൾ പറയണം എന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മൾ ധരിക്കുന്ന കാര്യം ആയുധവർഗം ധരിക്കാനായിട്ട് പറയുന്നുണ്ട്. വെളിച്ചത്തിൻ്റെ ആയുധവർഗം ആണ് ഈ 13:12 പറയുന്നത്. നമ്മൾ ധരിക്കേണ്ട, ഒരു വിശ്വാസി ധരിക്കേണ്ട ചില കാര്യങ്ങൾ, ഒരു 10 കാര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് നിങ്ങൾ നോട്ട് ചെയ്യുക. ഇതെല്ലാം ഈ റോമർക്കെഴുതിയ ലേഖനവും അതുപോലെ മറ്റുള്ള ലേഖനങ്ങളിൽ നിന്നുള്ള റെഫറൻസാണ്. അതുപോലെ കർത്താവായ യേശുവിനെ ധരിക്കണം എന്ന് 13:14 പറയുന്നു. ഇപ്പം നമ്മൾ വായിച്ച വാക്യത്തിൽ തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുക. നേരത്തെ 13:12 പറയുന്നു ആയുധവർഗം ധരിക്കുക. ഓക്കെ. അതുപോലെ പുതിയ മനുഷ്യനെ ധരിക്കുക. എഫേസ്യർ 4:24 പറയുന്നു. എഫേസ്യർ 6:11 ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കുക. അതിനകത്ത് സർവായുധവർഗം എന്ന് പറഞ്ഞ് ഇത്തിരി കാര്യങ്ങൾ അതിൽ പറയുന്നത് എഫേസ്യർ 6 പറയുന്നുണ്ട്. നീതി എന്ന കവചം ധരിക്കുക. കൊലോസ്യർ 3:12 മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത എന്നിവ ധരിക്കുക. അത് വീണ്ടും റെഫർ ചെയ്യും. നമ്മൾ ഇവിടെ പറയുന്ന പോലെ വെറിക്കൂത്തും മദ്യപാനങ്ങളിലും ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലും ഒന്നുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല എന്ന് പറഞ്ഞിട്ട് അതിന് പകരം നമ്മൾ ധരിക്കേണ്ട കാര്യങ്ങൾ മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത. അതുപോലെ കൊലോസ്യർ 3:12, 13, 14 വാക്യങ്ങളിൽ സ്നേഹം ധരിക്കണം. ഇപ്പോൾ ഇത്തിരി കാര്യങ്ങൾ പറഞ്ഞു. വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിക്കുക, കർത്താവായ യേശുവിനെ ധരിക്കുക, പുതിയ മനുഷ്യനെ ധരിക്കുക, ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കുക, നീതി എന്ന കവചം ധരിക്കുക, മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, സ്നേഹം ഇവ ധരിക്കുക, വിശ്വാസം എന്ന കവചം ധരിക്കുക. 1 തെസ്സലോനിക്കർ 5:8 കഴിഞ്ഞ ദിവസം വായിച്ചാണ്. രക്ഷയുടെ പ്രത്യാശ ധരിക്കുക. 1 തെസ്സലോനിക്കർ 5:8. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ധരിക്കുക. ലൂക്കോസ് 24:49. ഭാവിയിലുള്ള അദ്രവത്വം ധരിക്കുക. അത് ഇപ്പം ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അത് നമ്മളത് ധരിക്കും, അദ്രവത്വമായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 10 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ധരിക്കാനായിട്ട് പറയുന്നു. അതുകൊണ്ട് 13:11 രാത്രിയിൽ ധാരാളം പാപങ്ങളുണ്ടാവും, അതുകൊണ്ട് പകലിന് യോജിച്ച വണ്ണം നമ്മൾ നടക്കണം. 13-ാം വാക്യമാണ് പകൽ സമയത്ത് എന്ന പോലെ മര്യാദയായി നടക്കുക. മര്യാദ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? മര്യാദയായി നടക്കുക എന്ന് പറഞ്ഞാൽ മാന്യമായി നടക്കുക. അവിടെ ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗലാത്യർ 5:21 റഫറൻസിലുമൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. വെറിക്കൂത്ത്, മദ്യപാനം, ദുഷ്കാമം, ശയനമോഹം, പിണക്കം, അസൂയ. ഇതെല്ലാം ഈ പിണക്കം, അസൂയ എല്ലാം ഒരുമിച്ച് ഇങ്ങനെ ഒരു കൂടപ്പറപ്പായില്ല, ഒരു ഓറഞ്ചിൻ്റെ അല്ലി പോലെ ഒന്നിനൊന്നിങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ ജീവിതം ഇങ്ങനെ ആയാലും എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി. വിശ്വാസികളെ സംബന്ധിച്ച് ഇത് എഴുതിയിരിക്കുന്നത്. ഇത് അവിശ്വാസികളോട് ഉദ്ദേശിച്ചല്ല എഴുതിയിരിക്കുന്നത്. ഹലോ, ഇത് അവിശ്വാസികളെ ഉദ്ദേശിച്ചല്ല എഴുതിയിരിക്കുന്നത്. വെറിക്കൂത്തുണ്ട്, മദ്യപാനമുണ്ട്, ശയനമോഹമുണ്ട്, ദുഷ്കാമമുണ്ട്, പിണക്കമുണ്ട്, അസൂയയുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളൊക്കെ എത്ര ഭേദമാണെന്ന് പലപ്പോഴും ചിന്തിക്കും അല്ലേ. മര്യാദയായി നടക്കുക. രാത്രിയിൽ ഇതൊക്കെ വന്നു കയറും. അതുകൊണ്ട് പകൽ സമയത്തെന്ന പോലെ മര്യാദയായി നടക്കുക. ഒരു വിശ്വാസിയുടെ നടപ്പ് ഏത് രീതിയിലായിരിക്കണം? ഞാൻ ഈ പറയുന്ന റെഫറൻസ് എല്ലാം നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കണമെന്നാണ് എനിക്ക് പറയുന്നത്. ഒരു വിശ്വാസിയുടെ നടപ്പ് ഏത് രീതിയിലായിരിക്കും? നമുക്ക് പല കാര്യങ്ങൾ അറിയാമെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് ഒന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അത് ഭയങ്കരമായിട്ട് സഹായിക്കും. നമുക്കറിയാം, നമ്മൾ വീണ്ടെടുക്കപ്പെട്ടു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. നേരത്തെ പറഞ്ഞതാണ്, ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. നമ്മുടെ നടപ്പ് ആത്മാവിനെ അനുസരിച്ചായിരിക്കണം. റോമർ 8:4, ഗലാത്യർ 5:16 ഇതിനകത്ത് രണ്ടിലും പറയുന്നുണ്ട്. നമ്മുടെ നടപ്പ് ആത്മാവിനെ അനുസരിച്ചായിരിക്കും.
രണ്ടാമത്, കർത്താവ് നമ്മൾക്ക് സ്നേഹം പ്രദർശിപ്പിച്ചതിനാൽ നമ്മുടെ നടപ്പ് സ്നേഹത്തിലായിരിക്കണം. ഇത് നമ്മൾ നേരത്തെ റോമർ എഴുതിയ ലേഖനം 14:15 എഫേസ്യർ 5:2 വിശ്വാസിയുടെ നടപ്പ് സ്നേഹത്തിലായിരിക്കണം. 2, നമ്മൾ പ്രവൃത്തിയാലല്ല വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെട്ടത്. അതുകൊണ്ട് നമ്മുടെ നടപ്പ് വിശ്വാസത്താലായിരിക്കണം. 2 കൊരിന്ത്യർ 5:7 റെഫറൻസ്. വിശ്വാസത്തിൽ നടക്കണം. നിങ്ങളെയും എന്നെയും എല്ലാം ദൈവം വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ നടപ്പ് വിളിക്ക് യോഗ്യമാവണ്ണമാണ്. എഫേസ്യർ 4:1 വിളിക്ക് യോഗ്യമാവണ്ണം. അതുപോലെ തന്നെ എഫേസ്യർ 4:2 സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നമ്മൾ നടക്കണം. എഫേസ്യർ 4:2. എഫേസ്യർ 5:9 നമ്മൾ വെളിച്ചത്തിൽ നടക്കണം എന്ന് പറയുന്നു. 6ാമത്തെ പോയിൻ്റാണ് വെളിച്ചത്തിൽ നടക്കുക. എഫേസ്യർ 5:10-15 സൂക്ഷ്മതയോട് നടക്കുക എന്ന് പറയുന്നു. സൂക്ഷ്മതയോട് നമ്മൾ നടക്കണം. അതുപോലെ കൊലോസ്യർ 1:10 കർത്താവിന് യോഗ്യമാവണ്ണം നടക്കണം. കർത്താവിന് യോഗ്യം. കർത്താവ് ഏത് രീതിയിൽ ഇതെങ്ങനെ കർത്താവിന് യോഗ്യമാവണ്ണം മനസ്സിലാകുക? ദൈവത്തിൻ്റെ വചനപ്രകാരം. അതാണ് ദൈവവചനം നോക്കുമ്പോഴാണ് അത് നമുക്ക് മനസ്സിലാകുന്നത്. കൊലോസ്യർ 2:6 അവൻ്റെ കൂട്ടായ്മയിൽ നടക്കാൻ പറയുന്നുണ്ട്. വിശ്വാസികളെ നടപ്പ് അവൻ്റെ കൂട്ടായ്മയിലാണ്. കൂട്ടായ്മ ഉള്ളിടത്താണ് നമ്മൾ വളരുന്നത്. ഈ ഒറ്റ കൊള്ളിയായിട്ടിരുന്നാൽ കെട്ടുപോകും. 2-3 കൊള്ളി ചേർന്നിരുന്ന് കത്തുമ്പോൾ അത് വളരും, ജ്വലിക്കുന്നതായിട്ട് കാണാം. വീണ്ടും കൊലോസ്യർ 4:5 നമ്മൾ നടപ്പ് ജ്ഞാനത്തോടെ ആവണം. ജ്ഞാനത്തോടെ ആയിരിക്കണം നടപ്പ്. 1 തിമോത്തിയോസ് 4:12 വിശ്വാസികൾക്ക് മാതൃകയായി നടക്കണം. വിശ്വാസികൾക്ക് മാതൃകയായി നമ്മൾ നടക്കുക. 1 തിമോത്തിയോസ് 4:12 ഏറ്റവും ബെസ്റ്റായിട്ടുള്ള നടപ്പ് യേശുക്രിസ്തു നടന്നതുപോലെ, അവൻ നടന്നതുപോലെ നടക്കണം. 1 യോഹന്നാൻ 2:6. 13ാമത് സത്യത്തിൽ നടക്കണം. 2 യോഹന്നാൻ 4:3 സത്യത്തിൽ നടക്കുക എന്ന് പറഞ്ഞു. വീണ്ടും 14ാമത് കൽപ്പന അനുസരിച്ച് നടക്കുക. 2 യോഹന്നാൻ 6 കൽപ്പന അനുസരിച്ച് നടക്കുക. 14 കൂട്ടം കാര്യങ്ങളാണ് പറഞ്ഞത്. എങ്ങനെയായിരിക്കണം ഒരു വിശ്വാസിയുടെ നടപ്പ് എന്ന്. പകൽ സമയത്തെന്ന പോലെ മര്യാദയായി നടക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ബാക്കിയുള്ള വെറിക്കൂത്തും മദ്യപാനവും ശയനമോഹവും ദുഷ്കാമവും പിണക്കവും അസൂയയും ഒന്നും ഉണ്ടാകത്തില്ല. യേശുക്രിസ്തുവിനെ ധരിച്ച് നമ്മൾ നടക്കുന്ന രീതിയിലാവും. ആത്മാവിനെ അനുസരിച്ച് നടക്കുക, സ്നേഹത്തിൽ നടക്കുക, വിശ്വാസത്തിൽ നടക്കുക, വിളിക്ക് യോഗ്യമാവണ്ണം നടക്കുക, സൗമ്യതയോടും ദീർഘക്ഷമയോടും നടക്കുക, വെളിച്ചത്തിൽ നടക്കുക, സൂക്ഷ്മതയോടും നടക്കുക, കർത്താവിന് യോഗ്യമാവണ്ണം നടക്കുക, അവൻ്റെ കൂട്ടായ്മയിൽ നടക്കുക, ജ്ഞാനത്തോട് നടക്കുക, വിശ്വാസികൾക്ക് മാതൃകയായി നടക്കുക, അവൻ നടന്നതുപോലെ നടക്കുക, സത്യത്തിൽ നടക്കുക, കൽപ്പന അനുസരിച്ച് നടക്കുക. ഇനി വേറെ എത്ര നടപ്പുകൾ ബൈബിളിലുണ്ടെന്ന് നിങ്ങൾ തന്നെ പഠിച്ച് പറയാം. ചിലപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 50, 40, 14 ഞാൻ പറഞ്ഞുള്ളൂ. ഒരു 35 രീതിയിലുള്ള നടപ്പും കൂടി ഇനിയും ബൈബിളിൽ കാണും. നിങ്ങളതൊന്ന് പ്രത്യേകിച്ച് എഫേസ്യർ, കൊലോസ്യർ, റോമർ ഈ ലേഖനങ്ങളിൽ നോക്കിയാൽ അനേകം നടപ്പിനെ കുറിച്ച് പറയും. പ്രത്യേകിച്ച് എഫേസ്യറിൽ ഒരുപാട് നടപ്പുണ്ട്. നിങ്ങളതൊന്ന് എടുത്ത് വായിച്ച് പഠിച്ച് നിങ്ങളൊന്ന് ഒരു ക്വസ്റ്റിനെയർ പോലെ നിങ്ങൾ പഠിച്ചിട്ട് എനിക്കതൊന്ന് പോസ്റ്റ് ചെയ്ത് തരാം. കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുക. കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ധർമ്മം അതാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ അവനോട് താതാത്മ്യം പ്രാപിച്ച് അവനെപ്പോലെ ആയിത്തീരുക. അവനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ക്യാരക്ടർ നമ്മളിലേക്ക് വരും, എംബ്യൂട്ട് ചെയ്യാണ്. അതെങ്ങനെയാണ് പരിശുദ്ധാത്മാവ് അത് തരുന്നത്? എങ്ങനെയാണ്? ദൈവവചനം മനനം ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്നതനുസരിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആളത്വം അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരും. നമ്മൾ നേരത്തെ യഹോസ്കേലിൽ ചിന്തിക്കുന്ന പോലെ മുട്ടോളമല്ല, അരയോളമല്ല, മുഴുവനായിട്ട് കർത്താവിനെ ധരിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അതുപോലെ തന്നെ ജഡത്തിനായി ചിന്തിക്കരുത്. ഒരു പ്രത്യേക ഭാഗം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം ഇതുമായിട്ട് ബന്ധപ്പെട്ട്. 1 പത്രോസ് 4:1-4 വാക്യങ്ങളാണ്. ശ്രദ്ധിച്ചിരിക്കുക. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ. ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അത്രയും ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. കാമാർത്തികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും
വെറിക്കൂത്തിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. ദുർനടപ്പിൻ്റെ അതേ കവച്ചിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്ന അപൂർവം എന്ന് വെച്ച് അവർ ദുഷിക്കുന്നു. ജീവികളെയും മരിച്ചവരെയും ന്യായം നിമിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവർക്ക് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നമ്മുടെ പ്രമാണം ഒരിക്കലും ഇങ്ങനെ ആകാൻ പാടില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ ഭാവം ആയുധമായി ധരിച്ചുകൊണ്ട് ശേഷമുള്ള സമയം പാപം വിട്ടൊഴിഞ്ഞ് ജീവിക്കണം എന്നാണ് പത്രോസ് ഇവിടെ ഈ ലേഖനത്തിൽ കൂടി പറയുന്നത്. പുട്ട് ഓൺ ക്രൈസ്റ്റ് ലൈക്ക് ക്യാരക്ടർ. യേശുവിൻ്റെ സ്വഭാവം നമ്മളിലേക്ക് വരേണ്ട ആവശ്യമാണ്. അതാണ് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. അതിനെന്താണ്? സ്വർഗീയമായിട്ടുള്ള ആ അഗ്നി നമ്മുടെ ഉള്ളിൽ കത്തണം. സ്വർഗീയ അഗ്നി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിലുണ്ടാവണം. ഇന്ന് നമുക്കറിയാം, എൻ്റർടൈൻമെൻറ്റ് കമ്പനി, ഫാഷൻ കമ്പനിയൊക്കെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഫ്ലഷ്, ജഡത്തെ ഉണർത്തി കാശ് പോക്കറ്റിലാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, മീഡിയ വഴി ഫേസ്ബുക്ക്, യൂട്യൂബ്, പിന്നെന്താണ് ഇൻസ്റ്റാഗ്രാം, ത്രെഡ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ടെന്ന്. ഇതിലൊക്കെ തന്നെ എൻ്റർടൈൻമെൻറ്റ്സ് വഴി മനുഷ്യൻ്റെ ബലഹീനമായിട്ടുള്ള വശങ്ങൾ ഉണർത്തി അവൻ്റെ കാശ് പോക്കറ്റിലാക്കാൻ വേണ്ടി ഇന്ന് ഈ മീഡിയകളെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂട്യൂബിൽ പോലും തന്നെ വ്യൂവേഴ്സ് കൂടണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന് അവർ തന്നെ പറഞ്ഞു തരും. അതൊക്കെ ചെയ്തു കൊടുത്താൽ മതി. എന്തിനാണത് ചോദിക്കുന്നത് ചോദിച്ചാൽ, ഈ ദൈവമക്കൾ എന്ത് കാണണം, എന്തൊഴിവാക്കണം എന്ന് ദൈവമക്കൾ തന്നെ ചിന്തിക്കേണ്ടതാണ്. കാണുന്നതെല്ലാം കണ്ട് അതിൽ വീഴാനായിട്ട് ഒന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. മേക്ക് നോട്ട് പ്രൊവിഷൻ ടു ദ ഫ്ലഷ് ടു ഫുൾഫിൽ ദ ലസ്റ്റ്. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ഒരു എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത്, ലൈഫ് ഈസ് വെരി ഷോർട്ട്, ഹെൽ ഈസ് വെരി ഹോട്ട്. അതുകൊണ്ട് ഷോർട്ടായിട്ടുള്ള ജീവിതത്തിലെ നരകത്തിൽ പോയി അവസാനിക്കരുത്. ലൈഫ് ഈസ് വെരി ഷോർട്ട് ആൻഡ് ഹെൽ ഈസ് വെരി ഹോട്ട്. 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് ഈ ജഡത്തിലെ ആത്മാവിലെ സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെ സകല കന്മഷവും നീക്കി ക്ലെൻസ് അവർസെൽസ് ഫ്രം ഓൾ ഫിൽത്ത്നെസ് ഓഫ് ദ ഫ്ലഷ് ആൻഡ് സ്പിരിറ്റ്, പെർഫെക്റ്റിംഗ് ഹോളിനെസ് ഇൻ ദ ഫിയർ ഓഫ് ഗോഡ്. ദൈവഭയത്തിൽ വിശുദ്ധിയെ കാത്തുകൊള്ളുക. ഇതാണ് നമ്മുടെ ആദ്യത്തെ തീരുമാനമായി വരേണ്ടത്. ദൈവത്തെ സ്വീകരിച്ചു, കർത്താവിനെ സ്വീകരിച്ചു എങ്കിൽ അതിൽ നിന്ന് നമ്മളെ എല്ലാ കന്മഷവും മാറ്റി നമ്മളെ ദൈവഭയത്തിൽ നമ്മുടെ വിശുദ്ധിയെ തികയ്ക്കുവാനായിട്ട് നമുക്കൊരു റോളുണ്ട്. ആ റോളിലേക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എടുക്കുമ്പോഴേ ബാക്കി ദൈവം ചെയ്തു തീർത്തോളും. കാരണം യൂദയുടെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന, വീഴാതെ വണ്ണം നമ്മെ നിർത്തുവാൻ കഴിവുള്ളവൻ. വീഴാതെ വണ്ണം നമ്മളെ നിർത്തുന്ന ആരാ? ദൈവമാണ് നിർത്തുന്നത്. നമുക്ക് പറ്റത്തില്ല, നമ്മൾ വീണുപോകും. എന്നാൽ അതിനൊരു ഡിസയർ നമുക്ക് വേണം. കാണുന്നതെല്ലാം കണ്ട് കാണുന്നതിനോടെല്ലാം കൂട്ടുകൂടി കാണുന്ന രീതിയിൽ കോംപ്രമൈസ് ചെയ്ത് ജീവിച്ചാൽ ലൈഫ് ഈസ് വെരി ഷോർട്ട് ആൻഡ് ഹെൽ ഈസ് വെരി ഹോട്ട് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ റോമാലേഖനം ഈ 13-ാം അധ്യായം തീരുമ്പോഴേ വലിയൊരു കമാൻഡോട് കൂടിയാണ് അത് എൻഡ് ചെയ്യുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവാനുള്ള കമാൻഡോട് കൂടിയാണ്. പുട്ട് ഓൺ ക്രൈസ്റ്റ്, പുട്ട് ഓൺ ക്രൈസ്റ്റ് ക്യാരക്ടർ, അതിൻ്റെ കമാൻഡോട് കൂടിയാണ് അത് തീരുന്നത്. ഞാൻ ആ വിശ്വാസിയുടെ നടപ്പിനെക്കുറിച്ച്, വിശ്വാസി ധരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഞാൻ പറഞ്ഞു. ഇന്ന് ഷോർട്ടായിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞല്ലോ. തീർച്ചയായും എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടതെന്ന് ക്ലിയറായിട്ട് ദൈവവചനത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ റോമാലേഖനം നമ്മൾ പൂർണ്ണമായിട്ട് പഠിച്ചു കഴിയുമ്പോഴേ പിന്മാറ്റത്തിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് നമ്മൾ വരിക. ഇത് ശരിക്കും പഠിക്കുന്നവരാരും പിന്മാറ്റത്തിൽ പോകത്തില്ല.
അവർ വിശുദ്ധിയെ തികച്ച് കർത്താവിൻ്റെ ക്യാരക്ടർ വരാനായിട്ട് വരും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇന്നത്തെ ചിന്തകൾ ഞങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് വിചാരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം തന്നെ ഞങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. യേശുവിനെ ധരിപ്പാനായിട്ട് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. മോഹത്തിലേക്ക് വീണ്ടും നയിക്കാതിരിപ്പാൻ, ജഡത്തിൻ്റെ പ്രവൃത്തികളെ ചിന്തിപ്പാതിരിപ്പാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതം ഒരു ക്ഷണീയമാണ്, ചുരുക്ക സമയത്തേക്കേ ഉള്ളൂ. ആ സമയത്തിൽ ഞങ്ങൾ കർത്താവിനെ ധരിച്ചുകൊണ്ട് നിനക്കിഷ്ടമുള്ളത് ചെയ്യുവാനായിട്ട് കർത്താവെ സഹായിക്കണമേ. ഇന്നും കർത്താവെ അനേകം ആളുകൾ ഇത് കാണുന്നവർ, പലതായിട്ടുള്ള അഡിക്ഷൻസിലിരിക്കുന്നവർ ഇത് കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോടുകൂടെ ചേർന്നൊന്ന് പ്രാർത്ഥിക്കുമോ? ആ കൈ ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കുമോ? ആയിരിക്കുന്ന സ്ഥലത്ത് ആ അഡിക്ഷൻസിൽ നിന്നെല്ലാം ദൈവം വിടുവിക്കാനായിട്ട് മതിയായിട്ടുള്ള ദൈവമാണ്. എല്ലാ പ്രയാസങ്ങളും നിങ്ങൾ അതിനോട് ചേർന്നുള്ള ഹെൽത്ത് പ്രോബ്ലംസിൽ നിന്ന് ദൈവം വിടുവിക്കാനായിട്ട് മതിയായിട്ടുള്ള ദൈവമാണ്. എന്നാൽ ലിവർ സിറോസിസിലിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരെ ഇത് കാണുന്നുണ്ട്. അവരെ ദൈവം വിടുവിക്കാൻ പോകുന്നു. ദൈവം അത് പൂർണ്ണ സൗഖ്യം കൊടുക്കും. എന്തൊക്കെ പ്രയാസം ഉണ്ടെങ്കിൽ ആ ലിവറിനകത്ത് ഒരു വലിയ ക്രിയേറ്റീവ് മിറക്കിൾ ദൈവം കൊടുക്കാനായിട്ട് പോകുന്നു. ഹല്ലേലൂയ. ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും. നിങ്ങളെന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കുമോ? വലിയൊരു മിറക്കിൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതുപോലെ ഏതെങ്കിലും രീതിയിൽ അഡിക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ദൈവം വിടുവിക്കാനായിട്ട് മതിയായിട്ടുള്ള ദൈവമാണ്. ദൈവത്തിൻ്റെ വചനം ആ ഭാഗങ്ങളിലെല്ലാം ഒന്ന് കുത്തി നിറയ്ക്ക്. ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കുമെന്നും അതനുസരിച്ച് ജീവിക്കുമെന്നും ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കുക. തീർച്ചയായും ഇന്ന് രാത്രികാലം വലിയൊരു അത്ഭുതത്തിൻ്റെ രാത്രിയായി മാറ്റും. ഹല്ലേലൂയ. ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കൃപ അവരോട് കൂടെ ഇരിക്കുകയും സഹായിക്കുകയും ചെയ്യണം. എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. കമൻറ്റ് ബോക്സിലെ കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടുക. പ്രയർ റിക്വസ്റ്റുകൾ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.